വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മാമ്മ മരിച്ചു പോയിരുന്നു. അത് വളരെ ഒരു വേദനയുള്ളൊരു സംഭവമായിട്ട് മാറി. കാരണം ചെറുപ്പത്തിൽ ഞാൻ അമ്മാമ്മയോടൊപ്പമാണ് ജീവിച്ചത്, അമ്മാമ്മയോടും മുത്തശ്ശനോടും ഒപ്പം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. ഒരു കമ്പനി എത്രമാത്രം ശ്രമിച്ചിട്ടും സെയിൽ കയറുന്നില്ല. ടോട്ടൽ സെയിൽസ് താഴേക്ക് പോകുന്നു. സ്കീം കൊടുക്കുന്നതിൽ യാതൊരു അയവും വരുത്തിയിട്ടില്ല, കസ്റ്റമർ സപ്പോർട്ടിന് അയവ് വരുത്തിയിട്ടില്ല. പക്ഷേ സെയിൽ താഴേക്ക് പോകുന്നു. എക്സിക്യൂട്ടീവ്സ് ഓടി നടക്കുന്നു. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ടാർഗറ്റ് എവിടെയെന്ന് ചോദിക്കുന്നു. പ്രശ്നങ്ങളായി ചിലർ ഇട്ടിട്ട് പോകുന്നു. ആർക്കും പ്രോഡക്റ്റ് വേണ്ട. എന്തായിരിക്കും അതിന് കാരണം? ഫസ്റ്റ് വൺ, മാർക്കറ്റ് ഇഷ്യൂ. തീർച്ചയായിട്ടും ആ ഡിസ്ട്രിബ്യൂട്ടറെ, എത്ര ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, ടെറിട്ടറി തിരിച്ചിട്ട് എത്ര ഡിസ്ട്രിബ്യൂട്ടറെ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, എത്ര ഡിസ്ട്രിബ്യൂട്ടർമാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്ട്രിബ്യൂട്ടറെ ഓഫീസിൽ വിസിറ്റ് ചെയ്ത് അത് പഠിക്കേണ്ടതുണ്ട്. അവർ കൊടുക്കുന്ന സബ് ഡീലേഴ്സ്, ആ ഓരോ സബ് ഡീലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ പ്രോബ്ലംസ് പഠിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ കമ്പനി ചെയ്യണം. ആ ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സബ് ഡീലേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, ഓർഡർ ചോദിക്കുന്നു, നിങ്ങളുടെ ഐറ്റം സെയിൽ ആവുന്നില്ല, അതുകൊണ്ട് ഓർഡർ ഇല്ല. റീസൺ പറഞ്ഞു കഴിഞ്ഞു. ഈ റീസണിൻ്റെ കാരണത്തിലേക്ക് നമ്മൾ ഒരു യാത്ര നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് സെയിൽ കിട്ടുന്നില്ല? ഈ അടുത്തിടയ്ക്ക് ഒരു തമാശ ഒരാൾ പറഞ്ഞ പോലെ, ഈ ഷോപ്പിൽ സെയിൽ നടക്കുന്നില്ല, നിങ്ങളുടെ പ്രോഡക്റ്റ് വിറ്റ് പോകുന്നില്ല, ഒരു കാര്യം ചെയ്തോ, ഇത് മേടിക്കാനുള്ള ആൾക്കാരെ ഒന്നും വിളിച്ചോണ്ട് പോവാ. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ സെയിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല? പ്രോഡക്റ്റ് ഡിസ്പ്ലേ ഒക്കെ ഡീലേഴ്സിന്റെ അടുത്തൊക്കെ നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, സെയിൽ കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഡീലർ വിൽക്കാൻ മടിക്കുന്നു? എന്തുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് പ്രശ്നമാണുള്ളത്? അത് ആ കമ്പനി അതോറിറ്റി നേരിട്ടോ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സണോ വെച്ച് അന്വേഷിക്കണം. എന്താണ് മാർക്കറ്റിലെ പ്രശ്നം, എന്താണ് പ്രോബ്ലം, എന്താണ്, അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം കമ്പനി. അപ്പോൾ അതിന് ആദ്യം എന്താണ് ചെയ്യുന്നത്? എന്താണ് മാർക്കറ്റ് ഇഷ്യൂ? ആ മാർക്കറ്റ് ഇഷ്യൂവിൽ വരുന്ന ആദ്യത്തെ കാര്യമാണ് പ്രൈസ് സ്റ്റഡി ചെയ്തിരിക്കണം. ഇപ്പോൾ കമ്പനി കൊടുത്തിരിക്കുന്ന ഡിസ്കൗണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്കൗണ്ട്, ഡീലർ ഡിസ്കൗണ്ട്, സെക്കൻഡറി സെയിൽ നടത്തുന്ന ഡീലർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട് സ്ട്രക്ചർ, ഇത് സാറ്റിസ്ഫൈഡ് ആണോ അവർ? എന്താണ് പ്രശ്നം അവരുടെ? ഇതിനകത്ത് കൃത്യമായിട്ട് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കിട്ടുന്നില്ലേ? അവർക്ക് ലാഭമില്ലേ? മാർജിൻ മീൻസ് പ്രോഫിറ്റ്. ആ പർച്ചേസ് ചെയ്യുന്ന റേറ്റിലായിരിക്കില്ലോ വിൽക്കുന്നത്, അതിൻ്റെ സെല്ലിംഗ് പ്രൈസാണ്. അതിൽ നിന്ന് 10%, 50%, അല്ലെങ്കിൽ 20% മാർജിൻ ഇട്ടിട്ടായിരിക്കും അത് ഡീലർക്ക് വിൽക്കുന്നത്, അല്ലേ? ആ ഡീലർ അതിൽ നിന്നും വേറൊരു മാർജിൻ ഇട്ടിട്ടായിരിക്കും എൻഡ് കൺസ്യൂമറിന് വിൽക്കുന്നത്. അപ്പോൾ മാർജിൻ കിട്ടാത്തത് കൊണ്ടാണോ ഈ സെയിൽ നടക്കാത്തത്? ഒരു ഡിസ്ട്രിബ്യൂട്ടർ പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന് മാർജിൻ കിട്ടണം. അയാൾക്ക് മാർജിൻ കിട്ടാതെ വിൽക്കാൻ പറ്റില്ല, പ്രോഫിറ്റ് ഇല്ലാതെ വിൽക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഡീലർ എന്തുകൊണ്ട് ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് വിൽക്കുന്നില്ല? കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് മാറ്റി വെച്ച് വേറെ പ്രോഡക്റ്റ് എന്തുകൊണ്ട് എടുത്തു കൊടുക്കുന്നു? ഉറപ്പായിട്ടും അത് മാർജിൻ അതിൻ്റെ ഒരു പ്രധാന ഘടകമായിരിക്കും. തൊട്ടടുത്തടുത്ത് ഷോപ്പുകളിലൊക്കെ പ്രോഡക്റ്റ് വളരെ സുലഭമായിട്ട് കിട്ടണമെങ്കിൽ അത് ഒരു ഡീലറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം ഉണ്ടാകും. അയാൾ ഒരു പ്രോഡക്റ്റ് 100 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ തൊട്ടടുത്ത ഡീലർ അത് 80 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് അവിടെ 80 രൂപയുള്ളൂ, ഇതേ സെയിം പ്രോഡക്റ്റ് ഞാൻ 100 രൂപ കൊടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത്. അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലമായി. അങ്ങനെയുള്ള ഇഷ്യൂകൾ വരുമ്പോൾ ആ ഡീലർ ആ പ്രോഡക്റ്റ് മാറ്റിവെക്കും. ബിസിനസ്സിലെ ട്രസ്റ്റ്നെസ് പോയി. ഈ ഡിസ്ട്രിബ്യൂട്ടർ തോന്നിയ വിലയ്ക്ക് തോന്നിയ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു, അല്ലെങ്കിൽ കമ്പനി തോന്നിയ പ്രൈസിങ് പോളിസി കൃത്യമല്ലാത്തതുകൊണ്ട് തോന്നിയ വിലയ്ക്ക് തോന്നിയ റേറ്റിൽ വിൽക്കുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് വിറ്റ് പോകാൻ വിഷമായിട്ട് മാറും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ അതിപ്രസരം. ക്വാളിറ്റിയൊക്കെ കറക്റ്റാണ്, നല്ല ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്, എല്ലാം വളരെ ആക്യുറേറ്റായിട്ട് ചെയ്യുന്നു. പക്ഷേ കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിൽ കൂടുന്നു. ഇതേ സെയിം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുമായി ആ ഡീലറെ സമീപിക്കുന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റിനേക്കാൾ പ്രൈസിങ്ങിൽ വ്യത്യാസമുണ്ട്, മാർജിൻ പ്രോഫിറ്റ് കൂടുതൽ ഡീലർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ അയാൾ സമീപിക്കുന്നു, ആ കോമ്പറ്റീറ്റർ, ഈ പ്രോഡക്റ്റിനേക്കാൾ മാർജിൻ നിങ്ങൾക്ക് കിട്ടും. ഇത്
എല്ലായിടത്തും ഞങ്ങൾ കൊടുത്തിട്ടില്ല, സ്പെഷ്യൽ ആയിട്ട് ഒരു സ്പെഷ്യൽ ഓഫറിൽ ഇത് നിങ്ങൾക്ക് തരാം, അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ മോണോപ്പൊളി ആയിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സെയിലിനെ അത് സാരമായി ബാധിക്കാൻ ഇടയുണ്ട്. ക്വാളിറ്റി സെയിം തന്നെ, പെർഫോമൻസ് സെയിം തന്നെ, മെറ്റീരിയൽ സെയിം തന്നെ. പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് ഈ മോണോപ്പൊളി നിൽക്കുന്ന പ്രോഡക്റ്റ് എന്തുകൊണ്ട് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് വിറ്റുകൂടാ? അങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ ഒരു മാർക്കറ്റിലേക്ക് മറ്റുള്ള ഈ അതർ കോമ്പറ്റീറ്റേഴ്സ് കയറി വന്ന് ഇവരുടെ സെയിൽസിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു പരിധിവരെ മോണോപോളി ആയിട്ട് നിൽക്കുന്ന കമ്പനികൾക്ക് ചെറിയ രീതിയിൽ ഒരു അഹങ്കാരം പിടിപെടും. കമ്പനി വളരുമ്പോൾ മോണോപോളി ആയിട്ട് നിൽക്കുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും തനിയെ വന്നു ചേരുന്ന ഒരു ശാപമാണ്. അവർ വലിയ ആളായെന്ന് തോന്നി തുടങ്ങുമ്പോൾ പതുക്കെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അങ്ങ് മാറ്റും. ആദ്യത്തെ പോലെ പ്രോഡക്റ്റ് അത്ര അങ്ങ് ശ്രദ്ധിക്കാതെ വരും. ക്വാളിറ്റി പോളിസിയിൽ ചേഞ്ച് വരുത്തും. പഴയ ക്വാളിറ്റി ഉണ്ടാവില്ല, പഴയ പെർഫോമൻസ് ഉണ്ടാവില്ല. ഒരു കംപ്ലൈൻറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള കാര്യം വളരെ ലോ ആയിട്ട് മാറും. പ്രോബ്ലം വന്നാൽ അത് മാറ്റിക്കൊടുത്ത് അത് ആ കസ്റ്റമറെ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ, കാരണം കസ്റ്റമറുടെ മണിക്ക് പൈസയ്ക്ക് വാല്യൂ ഉള്ളതാണ്, കസ്റ്റമറുടെ പൈസയ്ക്ക് വാല്യൂ ഉള്ളതാണ്. ആ വാല്യൂ കാണാതെ ഇതുപോലുള്ള കമ്പനിക്കാർ വന്നിട്ട് കംപ്ലൈൻറ്റ് വന്ന പ്രോഡക്റ്റ് മാറ്റി കൊടുക്കാതെ കഷ്ടപ്പെടുത്തും. പ്രോഡക്റ്റ് മാറ്റി കൊടുക്കില്ല. പിന്നെ പ്രോഡക്റ്റ് കസ്റ്റമർ ഡീലറുടെ അടുത്ത് വന്ന് ഷൗട്ട് ചെയ്ത് സംസാരിക്കും, ഈ പ്രോഡക്റ്റ് ഞാനിങ്ങനെ ഇപ്പോൾ കമ്പനിക്കാർ മാറ്റി തരുന്നില്ല. ആ സമയത്തായിരിക്കും അയാളുടെ ഒരു കോമ്പറ്റീറ്റർ ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുന്നത്, അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടറെ മീറ്റ് ചെയ്യാൻ വരുന്നത്. അതോടുകൂടി അവരുടെ സെയിൽ ഡൗൺ ട്രെൻഡിലേക്ക് വരും. അങ്ങനെ ആ പുതിയ പ്രോഡക്റ്റ് ആ റീറ്റെയിൽ കൗണ്ടറിൽ കയറും. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി എന്നുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധയും വളരെയധികം കെയറും വളരെയധികം ആക്യുറസിയും ഒരു കമ്പനി കാണിച്ചില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരും, അതിന് സെയിലില്ലാതെയാവും, അത് ഔട്ടാവും. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ കമ്പനിയുടെ ഒരു പ്രത്യേകമായ ഒരു ഏജൻസിയോ ഒരു അതോറിറ്റിയോ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിരിക്കണം. ഓരോ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന ഓരോ കൗണ്ടറിലും കയറി ഇറങ്ങി അവരുടെ എന്താണ് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം, എന്താണ് മാർജിൻ്റെ പ്രശ്നമാണോ, അവർക്ക് പ്രോഫിറ്റ് കിട്ടാത്തതിൻ്റെ ആണോ, വേറെ അതർ കോമ്പറ്റീറ്റേഴ്സ് വന്ന് അധികം ഓഫർ കൊടുക്കുന്നതാണോ, അധികം അതർ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എത്രയൊക്കെ പ്രൈസാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് മാർക്കറ്റിൽ, നമ്മുടെ പ്രോഡക്റ്റും ആ പ്രോഡക്റ്റും തമ്മിലുള്ള ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ടോ, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് അവർ പർച്ചേസ് ചെയ്യാതെ അതർ പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൻ്റെ റീസൺ എന്താണ്? ഇത് ഒരു ഗ്രൗണ്ട് വർക്ക്, ഫീൽഡ് വർക്ക് എന്ന് പറയും. ഫീൽഡ് വർക്ക് നന്നായിട്ട് ചെയ്ത് കമ്പനി അതോറിറ്റി ശരിക്കും സ്റ്റഡി ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ഓരോ ഡീറ്റെയിൽസും ഡേറ്റയായിട്ട് എഴുതിയെടുത്ത് ഓരോ ഡീലറുടെ അനുഭവങ്ങളും ഓരോ ഡീലറുടെ പ്രശ്നങ്ങളും പ്രോബ്ലംസും എന്താണ് ആ പ്രോഡക്റ്റ് കൊണ്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് സെയിൽ വരാത്തത്, എന്താണ് റീസൺ, ഇതിനെക്കുറിച്ച് വളരെ അക്യുറേറ്റായിട്ട് ഒരു ഡീപ്പായിട്ട് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് കൊടുക്കണം. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ മാർക്കറ്റിൽ വരുത്തണം, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാവില്ല മാർക്കറ്റിൽ. അപ്പോൾ പാലക്കാടുള്ള ഡിസ്ട്രിബ്യൂട്ടർക്ക് സെയിലൊന്നും വരില്ല. ഇതെന്ത് സംഭവിച്ചു, നിങ്ങളുടെ പ്രോഡക്റ്റ് വേണ്ടെന്ന് പറഞ്ഞേ. പിന്നെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നിങ്ങളുടെ സെയിം പ്രോഡക്റ്റ് ഞങ്ങൾക്ക് മലപ്പുറത്തുനിന്ന് ആൾ കൊണ്ട് തന്നു, നിങ്ങൾ തന്ന ഞങ്ങൾക്ക് 75 രൂപയ്ക്കല്ലേ, അത് 50 രൂപയ്ക്ക് ആൾ തന്നു, പിന്നെ ഞങ്ങൾ ഏത് മേടിക്കണം, 50 രൂപയുടെ മേടിക്കോ 75 രൂപയുടെ മേടിക്കോ, സെയിം പ്രോഡക്റ്റ്. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അതൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടെന്നേ, അന്നൊക്കെ ഒരു എത്തിക്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ടെറിട്ടറി, ഒരു ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ, മലപ്പുറം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ മലപ്പുറത്ത് നിന്നുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യാം. മലപ്പുറത്ത് എന്തുമാത്രം റീറ്റെയിൽ കൗണ്ടർ ഉണ്ടാവാം, എന്തുമാത്രം ഷോപ്പുകളുണ്ടാവാം. അത് ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം പാലക്കാടേക്ക് വന്ന് ഈ പാവം കിടന്ന് ഓടിപ്പിടിച്ച് കുറേ റീറ്റെയിൽ കൗണ്ടറും ബിസിനസ്സും ഡെവലപ്പ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി കൊടുക്കും. വല്ല കാര്യമുണ്ടോ? അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ബഹളായി. പാലക്കാടുകാരൻ മര്യാദയ്ക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, മലപ്പുറംകാരൻ ഇവിടെ കൊണ്ടുപോയി കൊടുത്തു. ഇത് ആരുടെ പ്രശ്നമാണത്? ഈ പാലക്കാടുകാരൻ്റെ ഡിസ്ട്രിബ്യൂട്ടറുടെ പ്രശ്നമാണോ? അവൻ നന്നായിട്ട് ബിസിനസ് ചെയ്യില്ലേ? കമ്പനി നോക്കേണ്ടതാണ്. കമ്പനി അതോറിറ്റി ഈ കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കയറി വന്ന് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇനി എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലാതെ മിണ്ടാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ എത്തും.
സെയിൽ ഉണ്ടാവില്ല. സെയിൽ എവിടെ പോയി എന്താണെന്നറിയില്ല. ഒരു മാർജിൻ കിട്ടാതെ, ലാഭം കിട്ടാതെ ആര് കച്ചവടം ചെയ്യും? അതിൻ്റെ കമ്പനി അതോറിറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനെന്താണ് ഇനി പരിഹാരമുള്ളത്? നമുക്ക് ആ പരിഹാരത്തിൻ്റെ ഫസ്റ്റ് ഒരു ഏരിയയിലേക്ക് പോകാം. ഈ ബോക്സിൻ്റെ പുറത്ത് വച്ച് സ്കാൻ ചെയ്യാൻ കമ്പനി അതോറിറ്റി ആ രീതിയിൽ തയ്യാറായാൽ ഈ ഒരു കാര്യത്തിന് ഒരളവ് വരെ ഒരു മാറ്റം ഉണ്ടാവും. പാലക്കാട് കൊടുത്ത പ്രോഡക്റ്റ് മലപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്കാൻ ചെയ്യുമ്പോൾ ആ കമ്പനി അതോറിറ്റിക്ക് മനസ്സിലാവും ഈ പ്രോഡക്റ്റ് ഇയാൾ അങ്ങോട്ട് വിറ്റിട്ടുണ്ട്. അതർ ഡിസ്ട്രിക്റ്റിലേക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ സ്കീമുകളോ ഒന്നും ലഭ്യമാകുന്നതല്ല എന്ന് വളരെ പച്ച മലയാളത്തിൽ അങ്ങ് പറയുക. ഒരു ഇൻവോയ്സ് മലപ്പുറത്ത് ബില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാലക്കാട് ഒരു ബില്ല് ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു കോപ്പി ആ കമ്പനി അതോറിറ്റിക്ക് സെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്നുണ്ട്. ഏത് ഡിസ്ട്രിക്റ്റിലായാലും മലപ്പുറത്തേക്ക് ബില്ല് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പാലക്കാടുകാരൻ മലപ്പുറത്തേക്ക് ബില്ല് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മലപ്പുറംകാരൻ പാലക്കാടേക്ക് ബില്ല് ചെയ്തിട്ടുണ്ടോ, ഇത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആ കമ്പനി അതോറിറ്റിക്ക് സാധിക്കുന്നതാണ്. ഒരു 5,000 പർച്ചേസ് ചെയ്താൽ വരെ ഒരു ഗിഫ്റ്റ് ഓഫറുകളൊക്കെ കൊടുക്കുന്നതോടുകൂടി ഗോൾഡ് കോയിൻ കൊടുക്കുന്നു. അത് എല്ലാ കാലത്തും നിലനിർത്തണ്ട. ഒരു മാസം കൊടുത്താൽ മതി, അല്ലെങ്കിൽ 15 ദിവസത്തെ ഒരു സ്കീം വെച്ചാൽ മതി. 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പർച്ചേസ് നടത്തുമ്പോൾ ഒരു 1/2 ഗ്രാമിൻ്റെ ഗോൾഡ് കോയിൻ കിട്ടും. ഈ ഡിസ്ട്രിബ്യൂട്ടറുടെ അണ്ടറിൽ സബ് ഡീലേഴ്സ് ഉണ്ടാവും. ആ സബ് ഡീലേഴ്സിനൊക്കെ വിളിച്ചിട്ട് ഒരു ഡീലർ മീറ്റൊക്കെ നടത്തണം. ഡീലർ മീറ്റ് നടത്തി അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കുക, അവർ കോംപ്ലിമെൻ്റ് കൊടുക്കുക. ഡിസ്ട്രിബ്യൂട്ടർ അണ്ടറിൽ 20 അല്ലെങ്കിൽ 50 സബ് ഡീലേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അവരെ ഒരു ഹാളിലേക്ക് വിളിക്കുക, പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കമ്പനിയുടെ അതോറിറ്റി വന്ന് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഓരോ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുക, അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക, അവർക്ക് ഫുഡ് കൊടുക്കുക. സ്പോട്ടായിട്ട് ആ ഡീലേഴ്സിനെ എല്ലാവരെയും വിളിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ അണ്ടറിലുള്ള 50 സബ് ഡീലേഴ്സിനെ വിളിച്ചിട്ട് ഇപ്പോൾ ഈ സ്പോട്ടായിട്ട് നിങ്ങൾ ഓർഡർ തരികയാണെങ്കിൽ, ഈ നിമിഷം നിങ്ങൾ ഓരോന്നിനും ഒരു 100 പീസ് വെച്ച് 50 പീസ് വെച്ച് ഓർഡർ തരികയാണെങ്കിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഇപ്പോൾ തരുന്നുള്ള ഒരു ഓഫറുകളൊക്കെ കൊടുക്കുക. അങ്ങനെയുള്ള ഓഫറുകളൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അവരുടെ ഒപ്പം നിൽക്കുക. ഈ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന അതേ ഡിസ്കൗണ്ട് തന്നെ കമ്പനി ഡയറക്റ്റ് ചെയ്യുന്ന ഡീലർക്ക് ഡിസ്കൗണ്ട് കൊടുക്കരുത്. അപ്പോൾ ഏത് ഡിസ്കൗണ്ടിലാണ് എന്നുള്ള കാര്യത്തിൽ കമ്പനിക്ക് ഒരു ഡീലർ പ്രൈസ് ഉണ്ടായിരിക്കണം. MRPയിൽ നിന്നും ഇത്ര കുറച്ചിട്ടുള്ള ഒരു ഡീലർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കണം കമ്പനി. ആ പ്രൈസിനായിരിക്കണം ഈ ഡിസ്ട്രിബ്യൂട്ടർ അയാളുടെ സബ് ഡീലേഴ്സിന് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കമ്പനി ഡയറക്റ്റ് അപ്പോയിൻ്റ് ചെയ്യുന്ന ഈ ഡീലർക്കും ആ ഒരു കൃത്യമായ ഡീലർ പ്രൈസിലായിരിക്കും കൊടുക്കേണ്ടത്. 100 ഷോപ്പ് ഉണ്ടെങ്കിൽ 100 ഡിസ്കൗണ്ടായിട്ട് ഒരു കമ്പനി നിലനിന്നാൽ ആ കമ്പനി രക്ഷപ്പെടില്ല. 10 ദിവസം കഴിഞ്ഞാൽ എല്ലാ ഡിസ്ട്രിബ്യൂട്ടറും എല്ലാ ഡീലേഴ്സും ആ പ്രോഡക്റ്റ് ഇട്ട് വേറെ പണിക്ക് പോകും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു കമ്പനി അതോറിറ്റിയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.